ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ബീഫാണ്. അടിപൊളിയായിട്ട് എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് 1/2 കിലോ അളവിലാണ് ഞാനിവിടെ ബീഫ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. ഏകദേശം 1/2 കിലോ അളവിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കുരുമുളക് പൊടി കേട്ടോ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ടൊന്ന് മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായി യോജിപ്പിച്ച ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഏകദേശം ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലോട്ട് ചെറിയുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ബീഫിന് ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും കൂടെ എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ സവാള എടുക്കുന്നില്ല, ചെറിയ ഉള്ളി മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പെട്ടെന്നൊന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പും കൂടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം പച്ചമണം നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ പേസ്റ്റാക്കി വെച്ചതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. 3-4 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അടിപിടിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ശേഷം കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. നല്ല പഴുത്ത 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഞാൻ പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്നും പൊടിയാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊടിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എത്ര പൊടിയാക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഏകദേശം നല്ല രീതിയിൽ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്തത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫിൽ എപ്പോഴും കുറച്ച് കുരുമുളക് പൊടി അധികം ചേർക്കണം. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബീഫ് കൊട്ടിക്കെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് നമ്മുടെ ബീഫൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫ് മുഴുവനായിട്ട് മസാലയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് വേവിച്ച കുക്കറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടില്ലേ, ഏകദേശം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ബീഫ് ഗ്രേവി ആയിട്ട് ഈ സമയം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബീഫ് കറി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.